ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബാങ്കോക്കിൽ BTS എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചിലപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അതുകൊണ്ട് BTS എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ടിക്കറ്റ് എങ്ങനെയാണ് വാങ്ങിക്കേണ്ടത്, അതിൻ്റെ റൂട്ട്സ്, ഷെഡ്യൂൾസ്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. BTS തായ്ലൻഡിലെ ഒരു സ്കൈലൈൻ ആണ്. ഇത് സൗത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ബാങ്കോക്ക് സിറ്റീൻ്റെ മിഡിലൂടെയാണ് കടന്നു പോകുന്നത്, അതായത് സുഗംവിത്ത് റോഡ്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി കാർ പാർക്കിംഗ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് എക്കപ്പോർ BTS സ്റ്റേഷനിലാണ്. പിന്നെ അവിടെ നിന്ന് ലിഫ്റ്റ് കയറിയിട്ട് നമ്മൾ 3rd ഫ്ലോറിലെത്തും. ഞാനിവിടെ തായ്ലൻഡിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ BTSൽ ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ 62 സ്റ്റേഷൻസ് ആണ് കേട്ടോ ഉള്ളത്. സ്റ്റേഷൻ്റെ ഓപ്പണിംഗ് ടൈം പറയുന്നത് 6 AM to 12 AM മിഡ്നൈറ്റ് വരെയാണ്. സാധാരണയായിട്ട് ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് ട്രാവൽ ടൈം പറയുന്നത് 2 മിനിറ്റ് ആണ്. ഇവിടെ റൂട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഏതൊക്കെ പ്ലേസ് ആണ്, എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ നമുക്ക് ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ റൂട്ട് മാപ്പിൽ ലൈറ്റ് ഗ്രീൻ ലൈൻ കണ്ടു. അത് പോകുന്നത് വെച്ചാൽ നോർത്ത് വെസ്റ്റ് ടു കുക്കോട്ട് ആൻഡ് സൗത്ത് ഈസ്റ്റ് ടു കെഹെഹ വിത്ത് 47 സ്റ്റോപ്സ് ആണ് അതിലുള്ളത്. നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് സിയാമിലേക്കാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് നമുക്ക് ഇവിടെ മെഷീൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ QR കോഡ്, കോയിൻ പേയ്മെൻറ്റ് അതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ പ്ലേസ് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. ഇതാണ് ടിക്കറ്റ് ഓഫീസ്. ഇവിടെ നമ്മൾക്ക് ഏത് സ്റ്റേഷനിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതനുസരിച്ചിട്ട് നമുക്ക് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഇന്ന് എടുത്തത് സിംഗിൾ ജേണി കാർഡ് ഓർ ടെമ്പററി BTS കാർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലാലിക്കും ടിക്കറ്റ് വേണമെന്ന് അവർ പറഞ്ഞു. കാരണം വെച്ചാൽ ഇവിടെ കുട്ടികളെ ഹൈറ്റ് നോക്കിയിട്ടാണ് ടിക്കറ്റ് ചാർജ് എടുക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് ഹൈറ്റ് പറഞ്ഞത് എബവ് 90 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ടിക്കറ്റ് ചാർജ് വേണമെന്നാണ്. ഇവിടെ BTS സ്റ്റേഷനിൽ നമുക്ക് 3 ടൈപ്സ് ഓഫ് ടിക്കറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്ന് പറയുന്നത് 1 ഡേ പാസ് ടിക്കറ്റാണ്. അതായത് ഒരു ദിവസം മൊത്തം നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. അപ്പോൾ അതിന് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 150 ബാത്താണ്. ഈ കാർഡിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മിഡ്നൈറ്റ് വരെയാണ്. സെക്കൻഡ് വൺ റാബിറ്റ് കാർഡാണ്. ഈ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BTS ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് റാബിറ്റ് കാർഡ് വേണമെന്ന് പറയണം. അപ്പോൾ നിങ്ങളൊരു ഫോറിൻ ആണെങ്കിൽ നിങ്ങൾ പാസ്പോർട്ട് കൊണ്ടുവരണം, എന്നിട്ട് അവരെ കാണിക്കണം ഫോർ രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാർഡിന് കോസ്റ്റ് വരുന്നത് 100 ബാത്ത്. അപ്പോൾ അതിനുശേഷം ഈ കാർഡ് ടോപ്പ് അപ്പ് റീചാർജ് ചെയ്യുക, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റീചാർജിങ് എമൗണ്ട് മിനിമം പറയുന്നത് 100 ബാത്ത്, മാക്സിമം 4000 വരെ നമുക്ക് റീചാർജ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഈ കാർഡിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 7 years ആണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയണമെങ്കിലോ നമ്മൾ BTS കൗണ്ടറിൽ ചോദിച്ചാൽ മതി. അവർ നല്ല ഹെൽപ്ഫുൾ ആണ്. ഇതാണ് നമുക്ക് കിട്ടിയ കാർഡ്, അതായത് സിംഗിൾ ജേണി കാർഡ്. ഇത് 1 ടൈം യൂസ് കാർഡാണ്. അപ്പം നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. കമോൺ, ലെറ്റ്സ് ഗോ. സ്റ്റേഷനിൽ എൻട്രി ചെയ്യാനായിട്ട് നമ്മൾ സെൻസറിലേക്ക് നമ്മൾ ടിക്കറ്റ് അല്ലെങ്കിൽ കാർഡ് ടാപ്പ് ചെയ്യുക. ഈ ടിക്കറ്റ് നമ്മൾ സേഫ് ആയിട്ട് നമ്മളെ കയ്യിൽ വെക്കണം. കാരണം വെച്ചാൽ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാനും നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാർഡ് ആവശ്യമാണ്. ഇവിടെ ചെറിയൊരു റൂട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെക്ക് ചെയ്യാം ആ ലൈൻ ത്രൂ എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് കെഹയിലേക്കാണ് പോകേണ്ടത്. ട്രെയിൻ ഗോസ് അപ്പ്, സോ വി ഷുഡ് ഗോ ദിസ് വേ. ഈ ഭാഗത്ത് എസ്കലേറ്റർ ഇല്ല, അത് ഓപ്പോസിറ്റ് സൈഡിലാണ്. ഈ സൈഡിൽ സ്റ്റെയർ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി. ഈ കാർഡിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ അതിന് മിനിമം വരുന്നത് 17 ബാത്തും മാക്സിമം വരുന്നത് 65 ബാത്തുമാണ്. ഇന്ന് നമുക്ക് സിയാമിലേക്ക് ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത് ഫോർ 1 person 65 ബാത്താണ്. ഇവിടെ ട്രെയിന് ഫ്രീക്വൻ്റ് ആയിട്ട് വരും. വിത്തിൻ 2 to 6 minutes തന്നെ വരും. ഓക്കെ, ട്രെയിന് വരുന്നുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിന് ഓരോ സ്റ്റേഷനിലും സ്റ്റോപ്പ് ആക്കുന്നത് ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കയറണം. ട്രെയിനിലും നമ്മൾ കയറുന്ന ടൈമിൽ വലിയ ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾക്ക് 3 ആൾക്കും സീറ്റ് കിട്ടിയായിരുന്നു. നമ്മൾക്ക് അടുത്തത് ഏത് സ്റ്റേഷനാണ് അങ്ങനത്തെ എല്ലാ ഇൻഫർമേഷൻസും ആ ബോർഡിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾക്ക് അനൗൺസ്മെൻറ്റ് വരുന്നതൊക്കെ ഇംഗ്ലീഷിലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ കാണിക്കും ഏതൊക്കെ സ്റ്റോപ്പിലാണ് ട്രെയിന് നിർത്തുന്നത്,
പിന്നെ ആ സ്റ്റേഷൻ്റെ പേര് അതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ ഒന്നും അലൗഡ് അല്ല. ട്രെയിനിൻ്റെ പുറത്ത് അവർ ഡെക്കറേഷൻസും പിന്നെ സൺ പ്രൊട്ടക്റ്റീവ് ഫിലിമും അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഔട്ട്സൈഡ് വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചില ടൈമിൽ അതത്ര ക്ലിയർ ആവുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് അത് സ്കൈ ലൈൻ ആയതുകൊണ്ടായിരിക്കും നമുക്ക് അത്ര ക്ലിയർ അല്ലാത്തതെന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായി. അവോയ്ഡ് റഷ് അവേഴ്സ് അറൗണ്ട് 6 AM to 9 AM. ദെൻ ഇൻ ഈവനിങ് 5 PM to 8 PM വരെ ഭയങ്കര റഷായിരിക്കും. Especially big stations like Siam Station. So we finally arrived at Siam Station. Siam is the most popular shopping district ആണ് ബാങ്കോക്കിലുള്ളത്. ഇവിടെ ബെസ്റ്റ് ഷോപ്പിംഗ് മാൾസ് 3 കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ സിയാം പാരഗൺ, സിയാം സെൻറ്റർ ആൻഡ് സിയാം സ്ക്വയർ. നിങ്ങൾ എന്തെങ്കിലും ബാങ്കോക്കിൽ വരുവാണെങ്കിൽ ഐ റെക്കമെൻഡ് യു ഓൾ ടു ടേക്ക് BTS. കാരണം വെച്ചാൽ BTSലാകുമ്പോൾ വെച്ചാൽ നമുക്ക് ട്രാഫിക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള നമുക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാങ്കോക്ക് സിറ്റി മൊത്തമായിട്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും ബൈ യൂസിങ് BTS. അങ്ങനെ നമ്മൾ ജസ്റ്റ് സിയാം സെൻറ്ററിലും സിയാം പാരഗണിലും ജസ്റ്റ് ഒന്ന് LED മാളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. മാളിൻ്റെ പുറത്ത് അങ്ങനെ വലിയ റഷ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഉള്ളിൽ കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഫുഡ് സെക്ഷൻസിലും അങ്ങനെയൊക്കെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ വീക്കെൻഡും കൂടി ആയതുകൊണ്ട് തിരക്ക് കൂടുമല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് പെട്ടെന്നാണ് അവിടെ ടീ ഷോപ്പ് കണ്ടത്. അതായത് TWG എന്ന് പറയുന്നത് ഒരു സൂപ്പർ ലക്ഷറിയസ് ടീ ബ്രാൻഡാണ്. നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് പുറത്തുനിന്ന് നോക്കിയിട്ട് അങ്ങനെ നടന്നു. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് സെക്ഷനാണ് ഇവിടെ മൊത്തം. ഇവിടെ ഫുഡിനൊക്കെ നല്ല എമൗണ്ട് ആവും കേട്ടോ. കാരണം മോളിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഭയങ്കര റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇതൊരു കുട്ടി ഷോപ്പാണ് കേട്ടോ. ഇവീസ് കുക്കീസ് പറഞ്ഞിട്ട്. പക്ഷേ നല്ല എമൗണ്ട് ആണ്. അപ്പോൾ അവിടുന്ന് ലാലിക്ക് ഒരു കുക്കീസ് വാങ്ങിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്ലേവർ നല്ല ചോക്ലേറ്റിലായിരുന്നു ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തായ് ഐസ്ഡ് ടീയും പിന്നെ ലെമൺ ടീ ആണ് വാങ്ങിച്ചത്. ഈ തായ് ഐസ്ഡ് ടീ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ലാലി കുക്കീസ് കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാനും ഏട്ടനും കൂടിയിട്ട് അതങ്ങ് കഴിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ അവിടെ റൂട്ട് മാപ്പ് ഉണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് നോക്കി. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ടിക്കറ്റ് സെൻസറിലേക്ക് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. ട്രെയിനിലും ഉണ്ടായിരുന്നു, പ്ലാറ്റ്ഫോമിലും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിന് കയറി. നമ്മൾ റിട്ടേൺ വരുന്ന ടൈമിൽ ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴാണ് സീറ്റൊക്കെ കിട്ടിയത്. പിന്നെ ലാലിക്ക് അങ്ങ് ബോറടിച്ചു. കാരണം കുറച്ച് ട്രാവലിംഗ് ടൈം ഉണ്ട് നമ്മുടെ സ്റ്റേഷനിലേക്ക്. അതുകൊണ്ട് അവൾ ഫുൾ റൈംസ്, സ്കൂളിൽ പഠിപ്പിക്കുന്ന റൈംസൊക്കെ എനിക്ക് പാടിത്തരായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റേഷനെത്തി. അപ്പോൾ അവിടുന്ന് നമ്മുടെ കാർഡ് നമ്മൾ ആ മെഷീനിലേക്ക് ഇടണം. കാരണം 1 ടൈം യൂസ് ആണല്ലോ. അങ്ങനെ അതിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റേഷൻ്റെ പുറത്ത് കിടക്കാൻ പറ്റൂ. അങ്ങനെ പിന്നെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിട്ട് കാർ എടുത്തു. പിന്നെ അവിടുന്ന് നമ്മൾ KFCയിലേക്ക് പോയി. അങ്ങനെ KFCന്ന് നമ്മൾ ഒരു കോംബോ സെറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൽ ബർഗർ, പിന്നെ KFC ചിക്കൻ, പിന്നെ ഫ്രഞ്ച് ഫ്രൈ അതൊക്കെയാണ് ഉണ്ടാകുന്നത്. പിന്നെ അങ്ങനെ അവിടെ നിന്നൊരു മൂവി കാണാനായിട്ട് ഇറങ്ങി. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ്.
അത് ജുറാസിക് വേൾഡ് റീബർത്ത്, അതാണ് മൂവീൻ്റെ നെയിം വരുന്നത്. പിന്നെ അവിടെ നിന്ന് ഏട്ടൻ അങ്ങനെ ടിക്കറ്റ് എടുത്തു. അപ്പോഴേക്കും ലാലി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അവളങ്ങ് എഴുന്നേറ്റു. പോപ്കോൺ കണ്ടപ്പോൾ ലാലിക്ക് അത് വേണമെന്നായി. പിന്നെ അങ്ങനെ ഏട്ടൻ പോപ്കോണും പിന്നെ 2 ഡ്രിങ്ക്സും നമുക്ക് ഓർഡർ ചെയ്തു. മൂവീൻ്റെ നെയിം വെച്ചിട്ടുള്ള ആ ഒരു കവറാട്ടോ, ഔട്ട്സൈഡ് കവർ അങ്ങനെയാട്ടോ നമ്മൾ 2 ബോട്ടിൽസിനും പോപ്കോണിനും ഉണ്ടായിരുന്നത്. അങ്ങനെ മൂവീൻ്റെ സ്റ്റാർട്ടിങ് ടൈം ആയില്ല. അപ്പം നമ്മളങ്ങനെ പുറത്തിരുന്നു. ഇനിയൊരു 10 മിനിറ്റ്സും കൂടി വെയിറ്റ് ചെയ്യണം. ആ ടൈമിൽ നമ്മൾ പോപ്കോണൊക്കെ കുറച്ച് കഴിച്ചു. പോപ്കോൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പോപ്കോണിൽ ഫ്ലേവർ ഉണ്ടായത് നല്ല സ്വീറ്റും ആണ്, എന്നാലും ഇത്തിരി സോൾട്ടും ആണ്. ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് അവിടെ സെൻസറിൽ ടാപ്പ് ചെയ്തിട്ട് ഉള്ളിലേക്ക് നടന്നു. നമ്പർ 6 കേട്ടോ നമ്മൾ തിയേറ്റർ വരുന്നത്. അപ്പോൾ അതിൽ അവർ മൂവി നെയിമും ടൈമും കൊടുത്തിട്ടുണ്ട്. ലാലി ഓടിച്ചാടി പോകുന്നുണ്ടായിരുന്നു, ഡൈനോസർ മൂവി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ മൂവി സ്റ്റാർട്ടായി. മൂവി നല്ലതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.